RSSകാരന്റെ മൃതദേഹം മുസ്ലിം യുവതി സംസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കോ? എന്നാൽ ഇത് കാസർഗോഡ് നടന്ന പച്ചയായ സത്യമാണ്. മഞ്ചേശ്വരം സ്വദേശിയായ നാരായണൻ വായിൽ ക്യാൻസർ വന്ന് തെരുവിന്റെ ഒരത്ത് പുഴുവരിച്ച അവസ്ഥയിലായപ്പോൾ സ്വന്തമെന്ന് കരുതിയ ഭാര്യമാരും മക്കളും വരെ ഇയാളെ കൈയൊഴിഞ്ഞു. അവിടെയാണ് ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ ഇർഫാൻ ഇക്ബാൽ എന്ന മുസ്ലിം ലീഗ് നേതാവ് കടന്നു വരുന്നത്. ആരും നോക്കാനില്ലായിരുന്ന നാരായണനെ അവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്തു. ഒരു മകളെപ്പോലെ പരിചരിച്ചു. ഒടുവിൽ മരണത്തിലും കൂടെ ആരുമില്ലാതിരുന്ന ആ മനുഷ്യന് ഹൈന്ദവാചാര പ്രകാരം ചിതയ്ക്ക് തീ കൊളുത്തി ഇർഫാന അവർക്ക് അർഹമായ യാത്രാമൊഴി നൽകുകയും ചെയ്തു. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവർ, വർഗീയ വിഷം തുപ്പുന്നവർ, ജാതിയും മതവും നിറവും രാഷ്ട്രീയവും നോക്കി മനുഷ്യരെ അവഗണിച്ച് മാറ്റി നിർത്തുന്നവർ, ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. ഇത്രയും പേരെടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സംഘടന വർക്ക് ചെയ്ത സമയത്ത് അത്രയും മോശമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ പറയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഹിന്ദുക്കൾ അറിയേണ്ടത്, നിങ്ങൾക്ക് അതായത് അമ്പലത്തിൽ കയറാൻ പാടില്ല, വിഷു ആഘോഷിക്കാൻ പറ്റില്ല, നിങ്ങളുടെ താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാർക്കും മറക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് എന്നൊക്കെ നിയമമൊക്കെ കൊണ്ടുവന്ന ഈ നാട്ടിലെ ക്രിസ്ത്യനോ മുസ്ലിമോ അല്ല, കൊണ്ടുവന്ന് നിങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളിലെ ഹൈന്ദവ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ RSSൻ്റെ ഒക്കെ കൊടി പിടിക്കുന്ന വലിയ വലിയ നേതാക്കന്മാർ മാത്രമാണ് അന്നും ഇന്ന് ഇതിനൊക്കെ ഉണ്ടായത്.